സങ്കീർണമായ അപൂർവ ശസ്ത്രക്രിയയിലൂടെ 14-കാരിയുടെ ജീവിതത്തിന് പുതുനിറം നൽകി കോട്ടയം മെഡിക്കൽ കോളേജ്. അറിയാതെ മലമൂത്ര വിസർജനം നടക്കുന്ന സാക്രൽ എജനസൈസ് എന്ന രോഗത്തിൽ നിന്നാണ് 14-കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിദഗ്ധർ രക്ഷപ്പെടുത്തിയത്. പരാജയപ്പെട്ടാൽ കുട്ടിയുടെ ശരീരം മുഴുവൻ തളർന്നു പോകുമായിരുന്ന ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. സ്കൂളിൽ ആരോഗ്യ പരിശോധനയ്ക്കെത്തിയ നഴ്സാണ് 14-കാരിയുടെ അസുഖം മനസ്സിലാക്കുന്നത്. ജന്മന മലമൂത്ര വിസർജനം അറിയാതെ നടക്കുന്ന സാക്രൽ എജനേസിസ് എന്ന രോഗം ബാധിച്ച കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നഴ്സിന്റെ നിർദ്ദേശപ്രകാരം എത്തിക്കുകയായിരുന്നു. ദിനംപ്രതി 5 മുതൽ 6 ഡയപ്പർ വരെ കുട്ടിക്ക് ധരിക്കേണ്ടി വന്നിരുന്നു. മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു. നട്ടലിനോട് ചേർന്നുള്ള ഭാഗത്തെ ശസ്ത്രക്രിയയായതിനാൽ പരാജയപ്പെട്ടാൽ ശരീരം പൂർണ്ണമായി തന്നെ തളർന്നു പോകാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. മെയ് 24-ന് കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂറോ സർജറി വിഭാഗം തലവൻ ഡോക്ടർ ബിജു കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് 7 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. നട്ടലിലെ താഴ്ഭാഗത്തെ എല്ല് പൂർണ്ണമായി വളരാത്തതുമൂലം ആ ഭാഗത്തെ നാഡികൾ വളർച്ച പ്രാപിക്കാതെ തൊലിയോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ഈ രോഗം. കുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചിരുന്നെങ്കിലും ശസ്ത്രക്രിയ സങ്കീർണമായതിനാൽ ജന്മനായുള്ള ഈ അസുഖത്തിന് പരിഹാരമില്ലെന്ന് കണ്ട് ചികിത്സ ഉപേക്ഷിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്തിയ സംഘത്തെ ആരോഗ്യമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് മലയാളം, കോട്ടയം.